ഹലോ ഗായ്സ്, അപ്പോൾ കെമി എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നമുക്കൊരു വീട് വെക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇപ്പം തന്നെ തീരുമാനിച്ചു നമുക്കൊരു വീട് വേണം. വീട് വെച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാനിവിടെ തപ്പി വന്നപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ ഒരു വില്ലേജ് കിട്ടി. ഇവിടെ ആരെങ്കിലും കീഴടക്കിയ വില്ലേജ് ആണെന്ന് നോക്കണം. വില്ലേജും അയങ്കോളമൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ട വരും. ഇങ്ങോട്ട് വന്നാലോ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. നമുക്കെന്നാ അവിടുന്ന് ഇങ്ങോട്ട് വരാം. അപ്പോഴേ ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ വില്ലേജിലോട്ട് വന്ന് ഗൈസ്. ഞാൻ നമ്മുടെ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആർമർ ആരാണ്ട് അടിച്ചോണ്ട് പോയി. മിന്നൽ വൈറ്റിയുടെ വീട് ആരാണ്ട് തല്ലിപ്പൊളിച്ച് അറിഞ്ഞൂടെ ആരാന്ന്. എന്ത് കുളിക്കട്ടെ, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. നമുക്ക് ഇവിടെ അടുത്തായിട്ട് ഒരു ജംഗിളുണ്ട്, പിന്നെ ഒരു കടലുണ്ട്, ഒരു വില്ലേജ് ഉണ്ട്, ഇവിടെ ഒരു സഫാന ഉണ്ട്. ഈ വീടിനകത്ത് നമുക്ക് കോമ്പസ് കിട്ടും. അയ്യോ ബ്രോ ഒന്നും വിചാരിക്കരുത്, ഇവനെന്തോ വരും. പേപ്പർ കൊടുത്തോ, 24 പേപ്പർ കൊടുത്ത് എമറാൾഡ് വരും. എടാ എന്നെ തള്ളാ പോടാ. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വീട് വെക്കണം. നമുക്ക് ആദ്യം കുറച്ച് ചെസ്റ്റ്, ഞാൻ ചെസ്റ്റ് എടുത്തില്ല, സാരമില്ല. ചെസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. ഇനി നമ്മുടെ ഇരിക്കുന്ന എല്ലാം ഈ ചെസ്റ്റിനകത്തോട്ട് വെക്കാം. നമുക്കൊരു ഫുഡും ഒരു കോടാലിയും കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. നമുക്ക് സ്പ്രൂസ് വുഡായിരുന്നു വേണ്ടത്, പക്ഷെ സ്പ്രൂസ് വുഡ് നമുക്ക് കിട്ടിയില്ല. ഞാൻ സ്പ്രൂസ് വുഡ് തപ്പി വന്നപ്പോൾ ഇവിടെ ഈ വില്ലേജ് നമുക്ക് കിട്ടിയത്. സാപ്പിളിങ് ആയാലും മതിയായിരുന്നു, അതിവിടെ ഇല്ല. ഇതിൻ്റെ അടുത്തായിട്ട് ആരാണ്ട് വെയ്സ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവരുടെ വീഡിയോയിൽ ഞാൻ സ്പ്രൂസ് വുഡ് വളർത്തുന്നതൊക്കെ കണ്ടായിരുന്നു. നമുക്ക് ജംഗിൾ വുഡ് വെച്ച് വീടുണ്ടാക്കാം. ഞാൻ വീടുണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ഗൈസ്. അങ്ങനെ ഞാൻ വീടുണ്ടാക്കി കഴിഞ്ഞു. വീടുണ്ടാക്കാനായിട്ട് എനിക്ക് 2 ദിവസം എടുത്തു. ഇൻ ഗെയിമിലല്ല, റിയൽ ലൈഫിൽ. മദാര ആർമർ തരാന്നങ്ങോട്ട് പറഞ്ഞായിരുന്നു. ഒരു കോർഡിനേറ്റ്സും പറഞ്ഞു. ഇത് ഈ കോർഡിനേറ്റ്സ് ആണ്. അതൊക്കെ അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ അവിടെ എത്തട്ടെ. ഞാനിവിടെ എത്തി. ഇതാണ്ട 2 പേര് നിൽക്കുന്നു. നമുക്ക് അവിടെ വന്നിട്ട് ചോദിച്ചു നോക്കാം. ഹലോ, ഇവിടെ അയങ്കോളം ഫാം ആണല്ലോ. ആരാണ്? ഇമ്മാനുവലോ? ഇമ്മാനുവലാണ്. അടാറ അതിന്റെ അടിയിലോട്ട് പോയി. ഡയമണ്ട് ആർമർ തരാന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ചത്ത്. എവിടാണ് ഡയമണ്ട് ആർമർ? ഒരു വലിയ സെറ്റപ്പാ കേട്ടോ. അയൺ ഫാം ആണോ? അങ്ങനെടുത്ത് ചാടിയോ? ഇവിടെ ഒരു അയൺ ഫാം ഇതിനകത്തൊക്കെ ഉണ്ട്. അടുത്തൊന്നും പറയണ്ട. ട്രേഡിംഗ് ആളുണ്ട് കേട്ടോ. ഇതെന്തിന്റെ ബുക്കാണ്? അൺബ്രേക്കിംഗ് 3 ഉണ്ട് ഇവിടെ. ഇവിടെ എന്താ ഒരു പ്രഷർ പ്ലേറ്റ്. കിട്ടിയടാ ഡയമണ്ട് ആർമർ. ഇത് നമ്മുടെ ഡയമണ്ട് ആർമറാണ്. ഫോഴ്സ് ഓഫ് വാനീഷിങ് ഉണ്ടല്ലോടാ. ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഊരാൻ പറ്റത്തില്ല. മരനെ പറ്റിക്കാനായിട്ട് നോക്കുവാണ്. അതറിയാതെ തന്നെയാണോ എന്നെ പറ്റിക്കാനായിട്ട് നോക്കിയതാണോ? തൽക്കാലം ഞാൻ ഇടുന്നില്ല. എൻചാൻറ്റ്മെന്റ് ആണോ ഇത്? ചെസ്റ്റ് ഉണ്ട് ഇവിടെ ഒരു ഡയമണ്ട് സോഡ് ഉണ്ട്. ഇവിടെ ഒരു PP ഇരിക്കുന്നു. നമുക്ക് തൂതി നോക്കാം. ഊതിയിട്ടുണ്ട് PP. നമുക്കൊരു ഇതൊക്കെ പണിയാണ്. ഇതൊക്കെ നോക്കിയേക്കാം. വില്ലേജ് ഓപ്പറേറ്റർ ആണ്. അമ്മേ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. സോംബി കയറും. ഓടിക്കോ സോംബി. പിടിച്ചിരിക്കാൻ പറ്റത്തില്ല സോംബിയുടെ അടുത്ത്. ദേ വരുന്നു. എടാ എന്നെ തല്ലല്ലേ. ഞാൻ ചത്ത്. എൻ്റെ അമ്മേ. എടാ ക്രീപ്പർ എന്നെ നോക്കി വരുന്നു. എടാ സോംബി ഉണ്ട്. നമ്മുടെ വീടിനകത്ത് കയറി വിളിച്ചിരിക്കാം. വിളിക്കോ. എവിടെയാണ് വീടിന്റെ വാതില്? ഇന്ന് വാതിലൊന്നും ഇല്ലേ? ഇവിടെ വീടല്ല, ഇവിടെ ഒരു വില്ലേജറൊക്കെ ഉണ്ട്. മദാര ഇപ്പൊ ഏതോ വില്ലേജിലോട്ട് പോയടാ. നമുക്ക് തൽക്കാലം അവനില്ലാത്തപ്പോ ഈ വില്ലേജ് ഇവന്റെ ബേസ് നോക്കാം. പിന്നെ ഇവിടെ ഒരു പോർട്ടലുണ്ട്. കയറുന്ന സേഫ് ആണോന്ന് അറിയത്തില്ല. ഒരു സ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. നമുക്ക് കയറാം. ഓഹോ ഇതെന്തോന്ന്? മദാര ബേസ്. നമ്മുടെ വീട്ടിലോട്ട് വേണോടാ ഒരിത്. കൊള്ളാം കേട്ടോ എൻ്റെ ബേസ്. നമുക്ക് പെട്ടെന്നൊരു നെതർ പോർട്ടലൊക്കെ സെറ്റ് ചെയ്യണം. നെതറൈറ്റ് മൈനിങ് ആണെന്ന് തോന്നുന്നു. അയ്യോ ഞാൻ ഇനി എങ്ങനെ കയറും? നമ്മൾ ജീവനോടെ തിരിച്ചു വന്നു. ഞാൻ കുറച്ച് എമറാൾഡ് കൊണ്ടുവന്നായിരുന്നു. ആക്സ് ഉണ്ടാക്കിയ ബാക്കി ഇത് അയണൊക്കെ ഞാൻ കൊണ്ടുവന്നു. എനിക്കറിയാമായിരുന്നു ഇവനിവിടെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഞാൻ എന്തായാലും ഇവന്റെ ബേസിൽ നിന്ന് എടുക്കുന്നില്ല. ഞാൻ നല്ലവനാണ്. അതൊക്കെ എന്തായാലും ഞാൻ അയണ് വിറ്റേക്കാം. ഇപ്പൊ 14 എമറാൾഡ് ഉണ്ട്. ഇവനാണെന്ന്. ഇത് സിൽക്ക് ടച്ച്. അയ്യോ ബുക്ക് വേണമല്ലോ. ഇവന്റെ ചെസ്റ്റിനകത്ത് ബുക്ക് വല്ലതും ഉണ്ടോന്ന് നോക്കാം. ഇതേ ഒരു അയങ്കോളം നിൽക്കുന്നു. ഇവിടെ ഇവന്റെ ലെതറൊന്നും ഇല്ലേ? ബുക്കും ഇല്ല, ലെതറും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം. എൻ്റെ വീട് 2000 ബ്ലോക്ക് ദൂരെയാണ്. അവന്റെ അയൺ ഫാമിന്റെ ലൂട്ടൊന്ന് നോക്കട്ടെ. ഇവിടെ വന്നല്ലേ കളക്ടിങ് സിസ്റ്റം. ഇപ്പൊ തന്നെ ഇത്ര ആയോ? ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അതിനകത്ത് ജോയിൻ ആയത്. അടച്ചിട്ടേക്കാം. സോംബി ഒന്നും കയറണ്ട. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് നോക്കണം. എന്തായാലും ഞാൻ പോകുന്നു. 14 എമറാൾഡ് നമ്മളെ കയ്യിൽ തന്നെ വെച്ചേക്കാം. ഇവിടെ ഒരു വാണ്ടറിങ് ട്രേഡർ എൻ്റെ ലാമ വന്നല്ലോ.
ഇവന്റെ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ട്? ഇവന്റെ ആവശ്യമുള്ളതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് തിരിച്ച് നമ്മുടെ ബേസിലോട്ട് പോവാം. സൂക്ഷിച്ചും കണ്ടും ഒക്കെ പോകണം. നമ്മളിപ്പോ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടില്ല. ചത്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സ്പോണിലോട്ടേ ചെല്ലൂ, സ്പോൺ ഐലൻഡിലോട്ട്. എൻ്റെ വീട്ടിൽ എത്തില്ല. പിന്നെ നടന്ന് കുറേ ദൂരം പോകണം എൻ്റെ വീട്ടിലോട്ട്. എന്നോട് സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാൻ. അവിടെ ബെഡ് കയ്യിലിരിക്കുക. അതെന്താന്ന് വെച്ചാൽ രാത്രി നമുക്ക് ഉറങ്ങണ്ടേ. കണ്ട ഞാൻ ആ മലയൊക്കെ ചാടിക്കിടന്നാ വന്നത്. അയ്യോ, കണ്ടിട്ട് തന്നെ പേടി വരും. രാത്രിയാകാൻ പോകുന്നില്ലോ, നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാം. ഇനി നമുക്ക് പതിയെ വീട്ടിലോട്ട് പോവാം. എനിക്ക് അറിഞ്ഞൂടാ ട്രേഡിംഗ് കാൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്. ഇതുവരെ ട്രേഡിംഗ് കാളും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ചെറുതാണ്. എൻ്റെ പഴയൊരു വേൾഡിലാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാത്ത സമയത്ത് കളിച്ചോണ്ടിരുന്നൊരു വേൾഡിൽ. എൻഡർ ഡ്രാഗനെ ഇതുവരെ കൊന്നിട്ടില്ല. ട്രേഡിംഗ് ആൾ ഉണ്ടാക്കി, ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കി OP ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ കൊല്ലാനേ പോയിട്ടില്ല. ഇവിടുന്ന് ഇനിയും കുറേ ദൂരമുണ്ട്. ഞാൻ അവിടോട്ട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്നാലും ഞാൻ എന്തോ മണ്ടത്തരാണ് ചെയ്ത്. ഒരു പിക്കാക്സ് ഒരു ആക്സും ഉണ്ടാക്കാനുള്ളതിന് ഞാൻ 2 പിക്കാക്സ് ഉണ്ടാക്കി. എൻ്റെ പ്രശ്നമല്ല, എനിക്ക് കളിക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ നടന്ന് സ്പ്രൂസ് ഉള്ള സ്ഥലത്തെത്തി. നോക്കട്ടെ, ഇതേത് സ്ഥലം? നമ്മളിപ്പോൾ -8,000-ലാണ്. ഇതുവരെ വന്നില്ല. നമുക്ക് കുറച്ച് സാപ്ലിംഗ് ഒക്കെ എടുത്തോണ്ട് പോകാം. നമുക്ക് 4 സാപ്ലിംഗ് കിട്ടി. ഇനി നമുക്ക് ബേസിലോട്ട് എങ്ങനെയെങ്കിലും ഒക്കെ നടന്നു പോകണം. ഇതേടാ, ഞാൻ നടന്ന് വേറെ എവിടെ ബേസിലെത്തി. ഇതെവിടെ ബേസ്? ഇത് മറ്റേ ടുട്ടുവിൻ്റെ ആണ്. ഇതെന്തോന്നു? ഇതെന്തോ പറന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ബേസിലോട്ട് തിരിച്ചു പോവാം. എടാ ഓടറാ, ആരാണ്ട് എന്നെ ഓടിക്കുന്നടാ. തന്നെ വെടിവെക്കാൻ ഇട്ട് ഓടിക്കുന്നു. മറ്റവനാണ് എന്നാ പില്ലേജർ. അവർക്ക് നല്ല ഡാമേജാ. എടാ, അവൻ ഇപ്പോഴും എന്റെ പുറകെയുണ്ട്. എടാ ഓടറാ, അവനെ കൊല്ലാനും നല്ല പാടാണ്. ഞാൻ അങ്ങോട്ട് ഓടാം. ആരാണ്ട് ഉറങ്ങുന്നുണ്ട്. നമുക്ക് എന്തായാലും കറങ്ങി ഇതിലേ അങ്ങ് കറങ്ങിപ്പോവാം. നമ്മളെന്തായാലും അതേലോട്ട് കയറണ്ട. നമ്മളിവിടെ സ്റ്റോൺ പീക്സ് എടാ, ഇത് റയറ് മറ്റു സാധനമില്ലേ, റയർ എമറാൾഡ് ഓർ. ഇതിപ്പോ ഞാൻ എങ്ങനെ എടുത്തോണ്ട് പോവും? നമുക്ക് പൊട്ടിച്ചോണ്ട് പോവാം. ഞാൻ നടന്ന് നമ്മുടെ ഈ വില്ലേജിലെത്തി. ഇനി നമുക്ക് നടന്ന് അങ്ങോട്ടാണ് വേണ്ടത്. ഇവിടുന്ന് നേരെ പോയാൽ ആ വില്ലേജ് എത്തും. പെട്ടെന്ന് അവിടെ വരെ എത്തട്ടെ. അങ്ങനെ ഞാൻ മണിക്കൂറുകൾ നടന്ന് നമ്മൾ ഈ വില്ലേജിലെത്തി ഗൈസ്. നമ്മുടെ സ്വന്തം വില്ലേജിൽ ആ മദാരയുടെ ബേസിൽ കണ്ടതുപോലെ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ വില്ലേജസ് ഒക്കെ ഉണ്ട്. അയങ്കോളം ഇവിടെ തന്നെ ജീവനോടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ മിന്നൽ വൈറ്റിയുടെ വീട് പൊട്ടിയത് ആരും പൊട്ടിച്ചതല്ല, മിക്കവാറും ഇടിവെട്ടിയതായിരിക്കും. അതുകൊണ്ട് ഇടിവെട്ടായിരിക്കും ഞാനൊരു ലൈറ്റ്നിങ് റോഡ് ഉണ്ടാക്കി വെക്കട്ടെ. ഇത്രയും ചീപ്പായിരുന്നു ലൈറ്റ്നിങ് റോഡ്. ഞാൻ ഓർത്ത് വേറെ ബ്ലോക്കും എല്ലാം വെക്കണം. അതുകൊണ്ട് ഞാൻ ഇത്രയും കോപ്പർ ഇരുന്ന് മൈൻഡ് ചെയ്തത്. എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡ് ഞാൻ വെച്ചേക്കുന്ന അതേ വീട് തന്നെയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. കുറച്ചും കൂടെ വ്യത്യാസം മേൽക്കൂര ഈ കഥകിനും. ഇതിൻ്റെ സാധാരണ എൻ്റെ ഡിസ്പ്ലേ വേൾഡിനകത്ത് ഈ ഗ്യാപ്പ് ഒരു 5 ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട്. ഇത് ഞാൻ 4 ബ്ലോക്ക് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ കൊണ്ട് ലൈറ്റ്നിങ് റോഡ് വെക്കാം? വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ട് വെക്കാം. നമുക്ക് വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ വേണ്ട, നടുക്ക് വെക്കാം. ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസിൽ ഇടിവെട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇട്ടായിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ഇതുവരെ ഒരു പെറ്റിനെ കിട്ടിയിട്ടില്ല. ഞാൻ എപ്പോഴും മറന്നു പോകും പെറ്റിൻ്റെ കാര്യം. പിന്നെ പട്ടീനെയൊക്കെ കാണുമ്പോഴേ ഓർക്കുന്ന ഒരു പെറ്റ് വേണമല്ലോ. കണ്ട നമ്മുടെ വീടിരിക്കുന്നുണ്ടാ, എന്ത് ഭംഗി നോക്ക്. അപ്പോൾ ഈ വീഡിയോ ആണെന്നല്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊക്കെ. ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ബൈ.